ഹായ് ഡിയേഴ്സ്, ഞാൻ ഈ കോലും വടിയായിട്ട് നിൽക്കണ കാണുമ്പോൾ അരി ഇടിക്കാനുള്ള ഭാവത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതങ്ങനെയല്ല. ഇന്നൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. എൻ്റെ ഈ ഒരു പൊക്കത്തിൽ ഒരു വലിയ ക്രിസ്മസ് ട്രീ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായുള്ള സാധന സാമഗ്രികളാണ് എൻ്റെ കയ്യിലുള്ളത്. 4 കോലും ഒരു ബക്കറ്റും. ദെൻ ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. അതിനായിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ അധികം ഉപയോഗമില്ലാത്തൊരു ബക്കറ്റ് എടുത്ത് കമത്തി വെച്ച് അതിൻ്റെ 4 മൂലക്കും 4 കോലങ്ങ് ഉറപ്പിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. ഒട്ടുമിക്ക ഇത്തരത്തിലുള്ള എല്ലാ പെയിൻറ്റിൻ്റെ ബക്കറ്റിൻ്റെ ബാക്കിലും ഇതേപോലെ കോല് വെക്കാനുള്ള പൊസിഷൻസ് ഉണ്ടാവും. അത് നോക്കി സ്റ്റിക്ക് ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമാകും. അങ്ങനെ 4 കോല് ഉറപ്പിച്ചു. ഇതാണ് കോല് സ്റ്റിക്ക് ചെയ്ത ശേഷമുള്ള ഫൈനൽ ലുക്ക്. ഇങ്ങനെയായിരിക്കണം ആ ഒരു പൊസിഷൻ. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ടോപ്പ് പോർഷൻ നമുക്കൊന്ന് ജോയിൻ ചെയ്യണം, ഒരു ട്രീയുടെ ഷേപ്പിലായിട്ട്. അതിനായിട്ട് ഏറ്റവും എളുപ്പം സെല്ലോ ടാപ്പ് തന്നെയാണ്. ഇതിൻ്റെ ടോപ്പ് പോർഷനിലും ബക്കറ്റുമായിട്ട് സ്റ്റിക്ക് ചെയ്ത ആ ഒരു പോർഷനിലും നല്ല രീതിയിൽ തന്നെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. അത് നല്ലൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ട്രീയുടെ ഔട്ടർ ലൈൻ കഴിഞ്ഞു. ഇനി ഡെക്കറേഷൻ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മേത്തർ ബസാറിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു പച്ചത്തോരണം. ഇതിന് വേറെന്താ പേര് പറയുന്നത് എനിക്കറിയില്ല, ഞാൻ പറയുന്ന പച്ചത്തോരണം എന്നാ. അങ്ങനെ അടിഭാഗം മുതൽ മേളിലേക്കാണ് നമ്മൾ ഇത് ചുറ്റി ചുറ്റി കൊടുക്കാൻ പോകുന്നത്. പരമാവധി നമ്മുടെ കയ്യിലുള്ള ഈ തോരണത്തിൻ്റെ അവൈലബിലിറ്റി പോലെ കുറച്ച് അടുപ്പിച്ച് കൊടുത്താൽ ട്രീ കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. പിന്നെ ബക്കറ്റിൻ്റെ അടിഭാഗം കുറച്ച് വലിപ്പമുള്ളതും വീതിയുള്ളതാണെങ്കിൽ ട്രീ ഒന്നും കൂടെ വികസിച്ചിരിക്കും. എൻ്റെ ബക്കറ്റ് കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് ട്രീയും കുറച്ച് ചെറുതാണ്. കാഴ്ചയിൽ മാത്രം, പക്ഷേ നീളത്തിൽ ഭയങ്കര വലുതാട്ടോ. അങ്ങനെ അവസാന തോരണം ചുറ്റിക്കഴിഞ്ഞു. നമ്മുടെ ട്രീ റെഡിയായി. സംഭവത്തിന് എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്, പക്ഷേ എന്തൊക്കെയോ ഒരു ചെറിയ കുറവ് തോന്നി. വേറെ ഒന്നുമല്ല, ലൈറ്റിൻ്റെ കുറവ് തന്നെ. സോ അതും കൂടി സെറ്റ് ചെയ്ത് ട്രീ ഒന്ന് കളറാക്കാൻ കരുതി. ദെൻ ലൈറ്റ്സ് ഓൺ. ആഹാ, മുടുക്കനായി. ഇപ്പോഴാണ് ട്രീയുടെ ഭംഗിയിൽ വന്നത്. ഇതിനാകെയുള്ള ചെലവെന്ന് പറയുന്നത് ഈ പുറമേ ഉള്ള ഈ പച്ചത്തോരണം മാത്രമാണ്. ലൈറ്റ് ഓൾറെഡി വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ ലൈറ്റാണ്. ദെൻ ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിലുള്ള ഈ ഒരു ക്രിസ്മസ് ട്രീ മേക്കിംഗ്. ഈ ഒരു ട്രീ മേക്കിംഗ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പരിഗണിക്കണം. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗും എൻ്റർടൈനിങ്ങും ആയ കണ്ടൻസുമായിട്ട് ഉടനെ കാണും വരെ ബൈ.